ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ചെറിയൊരു കൃഷിത്തോട്ടമുണ്ട്. വലുതൊന്നുമല്ല, വളരെ ചെറുത്. ദാ ഈ കാണുന്നതാണ് എൻ്റെ കൃഷിത്തോട്ടം. ഒരുപാട് സാധനങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ ഫ്രൂട്ട് പ്ലാന്റും പിന്നെ ചെറിയ രീതിയിലുള്ള മുളക്, വഴുതനങ്ങ, വെണ്ടയ്ക്ക, പയർ, പാവയ്ക്ക, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളേ ഇതിൻ്റെ ഉള്ളിലുള്ളൂ. ഇത് സ്വീറ്റമ്പഴം. എനിക്കിത് കഴിച്ചിട്ട് അത്രയ്ക്ക് സ്വീറ്റായിട്ടൊന്നും തോന്നിയില്ല. ഇത് ചെറിയ കായാണ് കേട്ടോ, ശരിക്കും വലുതാകും. ഇപ്പോൾ ഇതിന് ഭയങ്കര പുളിയാണ്. ശരിക്കും വലുതാകുമ്പോൾ ഒരു ചെറിയൊരു മധുരം അത്രയേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര സ്വീറ്റൊന്നുമല്ല. ഇത് റെഡ് ലേഡി പപ്പായ. ഇത് നോർമൽ നമ്മുടെ നാടൻ പപ്പായ. ഒരുപാടുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട്. എല്ലായിടത്തും റംബൂട്ടാൻ ഉണ്ടായി കഴിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിലെ റംബൂട്ടാൻ കാ പിടിക്കുന്നത്. മഴയായതുകൊണ്ട് നല്ലതുപോലെ കായ ഉണ്ടായതൊക്കെ കൊഴിഞ്ഞു പോയായിരുന്നു. ഇതും കിട്ടോ എന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ, എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. വഴുതനങ്ങയൊക്കെ തീർന്ന് ലാസ്റ്റ് ആയപ്പോഴേക്കും നല്ല രീതിയിൽ പുഴു വരാൻ തുടങ്ങി. ഇലകളെല്ലാം പുഴു തിന്ന് തീർത്ത്. പാവക്ക കുറേ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒരു മഞ്ഞ കളറിലെ ഒരു പ്രാണി, എന്തെന്നാ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അത് വന്നിട്ട് നമ്മുടെ പാവക്കയിൽ ഇരുന്ന് കുത്തി. ചെറുതാവുമ്പോൾ തന്നെ വന്ന് കുത്തും. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കേടായി ഫുൾ ചീഞ്ഞു പോകും. അങ്ങനെ കുറേ നശിഞ്ഞു പോയായിരുന്നു. കവറിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെയും അത് നമുക്ക് കിട്ടും. കവറിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഞൊളഞ്ഞു കയറും, എന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കിട്ടാറുണ്ട്. കുറേയൊക്കെ ചീത്തായിപ്പോയി, പക്ഷെ കുറേയൊക്കെ ഉണ്ടായി. പിന്നെ ഈ സാധനം എനിക്ക് വലിയ താല്പര്യമില്ല സാധനമൊന്നുമല്ല, പക്ഷെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ അതൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മൾ നട്ട് അതിൽ നിന്ന് കായ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്നുമല്ലല്ലോ, നമുക്കത് ഉണ്ടായി കാണുമ്പോൾ ഭയങ്കര സന്തോഷവും കണ്ണിന് ഭയങ്കര കുളിർമയും തരുന്ന കാര്യങ്ങളാണ്. ഇതത്ര വലിയ പാവയ്ക്കൊന്നും ആവില്ല കേട്ടോ, ഒരു മീഡിയം ടൈപ്പാണ്. നല്ല കയ്പ്പ് ഉണ്ടായിരുന്നത് കറി വെച്ചപ്പോൾ. ഈ മുളകിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്താണെന്നാവോ, കിട്ടുന്നില്ല ഓർത്തിട്ട്. എന്തായാലും നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട് ഈ മുളക്. ഇലയാണ് ഈ കാണുന്നത് പോലുമില്ല. ആ ചെടിയിൽ താങ്ങാവുന്നതിൽ കൂടുതലും മുളക് ഉണ്ടായിട്ടുണ്ട്. ഇത് കാണാൻ നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ്. പറിക്കാതെ ശരിക്കും മൂത്തായിരുന്നു. പറിക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിരുന്നായിരുന്നു. 4-5 നല്ല ചുമന്ന കളറായി. അപ്പം ഞാൻ വിചാരിച്ച് ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, അത് പറിക്കാതെ വേറെ ഓപ്ഷനില്ല. അതുകൊണ്ട് ഞാനിരുന്നിട്ട് ഒരു പകുതിയോളം പറിച്ചെടുത്ത്. പക്ഷെ നല്ല എരിവുള്ള മുളകാണ്. ഇതെന്താ ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ വിചാരിച്ചെന്നാൽ കുറച്ച് കറിയിലൊക്കെ ഇടാനായിട്ട് മാറ്റിയും വെച്ച് ബാക്കി കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കുന്നു. പിന്നെ കുറച്ച് വെള്ളക്കാന്താരിയും പറിച്ചെടുത്ത്. തീരാറായിട്ടോ, ലാസ്റ്റായി. ഈ പടവലങ്ങൾക്കും ഉണ്ട് കേട്ടോ അതേ പ്രശ്നം. ഈ പ്രാണി വന്നിരുന്ന് കുത്തിയിട്ട് നശിപ്പിച്ച് കളയൽ. എന്നാലും കുറേയൊക്കെ കിട്ടി കവറിട്ട് മൂടിയത് കൊണ്ട്.
പുതിയ 2 ആൾക്കാരെ മേടിച്ചിട്ടാ. കോഴിക്കൂട് ഉണ്ടാക്കിയിട്ട് കുറേ നാളായി, പക്ഷെ കോഴീനെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം 2 പേരെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി മേടിച്ചേക്കുന്നതാണ്. പിന്നെ കുറച്ച് മീനുണ്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ച് മീനേ ഉള്ളൂ. കുറച്ച് ഗപ്പീസും പിന്നെ 4 കാർപ്പ്, കോഴിക്കാർപ്പും ഉണ്ട്. അവർക്ക് ഹാൻഡ് ഫീഡിങ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ കയ്യിൽ നിന്ന് ഫുഡ് മേടിക്കുന്നത് വെയിറ്റിംഗ് ആണ്. ഗപ്പീസ് കയ്യിൽ നിന്ന് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കാർപ്പ് വന്ന് തുടങ്ങിയിട്ടില്ല. അവർക്ക് ഭയങ്കര പേടി. എന്നാലും ഇപ്പോൾ കുറേയൊക്കെ നമ്മളായിട്ടൊന്നും കൂടി ഇണങ്ങിയിട്ടുണ്ട്. അവർ അടുത്തുനിന്ന് വന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്നാലും അവർക്കൊരു പേടിയുണ്ട് നമ്മളോട്. റെഡിയാവായിരിക്കും. എന്തായാലും ഗപ്പീസും ഒക്കെ ആയിട്ടുണ്ട്. ഗപ്പീസ് നമ്മളെ കയ്യിൽ വന്ന് ടച്ചൊക്കെ ചെയ്യുന്നുണ്ട്, കയ്യിൽ നിന്ന് ഫുഡ് മേടിക്കുന്നുണ്ട്. നല്ല രസമാണ് അവരുടെ ഒപ്പം ഇങ്ങനെ ഇരിക്കാനായിട്ട്. കുറച്ച് സമയങ്ങൾ ഇവർക്ക് വേണ്ടി എന്തായാലും മാറ്റി വെക്കണം. എന്തായാലും ഒരു അരമണിക്കൂറിൽ കൂടുതൽ വേണം ഞാൻ ഇവരുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇവരൊപ്പം ഇരിക്കുമ്പോൾ ഈ സമയം പോകുന്നത് പോലെയെന്ന് എനിക്കറിയില്ല. നല്ല രസമാണ്. നമ്മുടെ മൈൻഡ് ഫുള്ള് റിലാക്സ് ആവും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ വന്നിരുന്ന് ഇവിടെ അടുത്ത് ഇങ്ങനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കിട്ടും. നല്ല രസമാണ്. നമ്മൾ ശരിക്കും പെറ്റ്സിനെയൊക്കെ വളർത്തൂലേ എന്നതുപോലെ ഈ മീനും എനിക്ക് തോന്നണം അതുപോലത്തെ എന്തോ ഒരു ഫീല് നമുക്ക് ഇവരൊപ്പം നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. കാർപ്പ് കണ്ടോ, നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് നോക്കിയിട്ടൊക്കെ ഒന്ന് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് കുശുമ്പുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവരെൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് മേടിക്കുന്നത് കണ്ടിട്ട്. എന്തായാലും അവരും സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. സെറ്റാവാതെ എവിടെ പോകാൻ. ഇത് നമ്മുടെ നാടൻ റോസയാണ് കേട്ടോ, കുറേ പൂവുണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുവരെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും ബായ്.